सोनिक पर पहली बार देखिए द लेजेंड ऑफ हनुमान हर रोज शाम 7 बजे सोनिक पर। Watch full episodes on Jio Hotstar. മൂന്നെണ്ണുന്നതിനോടകം നീ ഫുർഫുറി നഗറിലേക്ക് മടങ്ങിപ്പോയില്ലെങ്കിൽ എങ്കിൽ നീ അറിയും ഇപ്പൊ എന്താ ഉണ്ടാവും പോണേന്ന്. എണ്ണലൊക്കെ ഞാൻ തന്നെ എണ്ണിത്തരാം. 1 2 3 സംസാരിക്കുമ്പോ തല്ലുന്നോ? സംസാരിക്കുമ്പോ വാടാ, ഇപ്പൊ തല്ലടാ, വാ. എന്ത് പറ്റി? എന്നെ തൊടാൻ പോലും പറ്റുന്നില്ല അല്ലേ? ഒന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്ക്. പൊളിച്ചടുത്തല്ലോ മോട്ടോ. ഒരു ഭാഗത്ത് നിന്ന് തനിക്ക് ഫൈറ്റ് ചെയ്താ പോരെ. ഞങ്ങളും ഇപ്പൊ തല്ല് വാങ്ങിയൊരു പരുവത്തിലായത് കണ്ടില്ലേ? സോറി, ഞാൻ പുറകിലോട്ട് നോക്കിയില്ല. സോറി. പുറകോട്ട് നോക്കിയാലും നിനക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾ ഇവിടെ കാണിച്ചത് വെറും ട്രെയിലർ മാത്രമായിരുന്നു. ശരിക്കുള്ള ഫൈറ്റ് നീ കാണാൻ പോകുന്നേ ഉള്ളൂ. ഈ കുംഫു ബ്രദേഴ്സിന്റെ കോലക്കൻ ഫൈറ്റ്. ഫോട്ടോ ഇട്. ഇത് നിന്റെ ലൈഫിലെ ബെസ്റ്റ് ഫോട്ടോ ആയിരിക്കണം. ശരി ഞാൻ ഇത് തോന്നാം. വേണ്ട, ഇതൊന്നും ചെയ്യല്ലേ. അവര് നിങ്ങളുടെ പവറിനെ പറ്റി അവർക്കൊന്നും അറിയില്ലായിരുന്നു. അവര് വെളിയിലത്തെ ആൾക്കാരാ. ഇവര് നമ്മുടെ വിരുന്നുകാരല്ലേ. ഇവരെ ഒന്നും ചെയ്യല്ലേ. വിരുന്നുകാരാണെങ്കിൽ വിരുന്നുകാരെ പോലെ പെരുമാറാൻ പഠിക്കണം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ തലയിട്ടാൽ ഇതുപോലത്തെ ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരും. അതായത് മറ്റൊരാൾ ഇതുപോലെ പിന്നെ ചെയ്യാൻ തുനിയരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവർക്ക് തക്കതായ ശിക്ഷണം കൊടുത്തിട്ട് തുല്യ ശക്തിക്കാരാക്കി മാറ്റണം. അവര് ഫൈറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പോടെ അല്ല വന്നത്. അവർക്ക് ഒരുപക്ഷെ 1 മാസത്തെ ശിക്ഷണം നൽകിയാൽ ഒരുപക്ഷെ അവര് നിങ്ങളെ തീർച്ചയായിട്ടും തോൽപ്പിച്ചേക്കും. കേട്ടോ ഫു, നീ കേട്ടോ ഇതെല്ലാം? കേട്ടു. ഇവനൊരു ചാൻസും കൊടുക്കാൻ പറ്റില്ല. നീ ഇവനെ അങ്ങ് തീർത്തേക്ക്. ഇവന്റെ കഥ കഴിച്ചിട്ട് എല്ലാവരും മനസ്സിലാക്കണം. ഈ കുംഫു ബ്രദേഴ്സിനോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക്. ഒച്ചെടുക്കല്ലേ ഫു. അഥവാ ഇവനെ ഇപ്പൊ തീർത്ത മനുഷ്യര് പറയും ഞാൻ പേടിച്ചിട്ട് ഇവന് തീർച്ചയായിട്ടും ഒരു അവസരം കൊടുത്തില്ലെന്ന്. അരുട്ടോ ഓ, ഞാൻ ഇവന് 1 മാസത്തേക്കുള്ള കാലാവധി നീട്ടിക്കൊടുത്തിരിക്കുന്നു. 1 മാസത്തിന് ശേഷം നമ്മള് ഇതേ സ്ഥലത്ത് ഇതേ സമയത്ത് വീണ്ടും കണ്ടുമുട്ടും. വരൂ ഫു. ഇവൻ പറഞ്ഞത് കേട്ടല്ലോ. ഇനി 1 മാസത്തിന് ശേഷം ഞങ്ങള് വീണ്ടും വരുന്നതായിരിക്കും. പക്ഷെ അതായിരിക്കും നിന്റെ ജീവിതത്തിലെ അവസാന ദിവസം. ഓർത്തു വെച്ചോ. Get well soon, uncle. Kajak.
ഹരൂട്ട സാറ്, നിങ്ങൾ ഈ 1 മാസത്തെ അവധി ചോദിച്ചത് നല്ല കാര്യമല്ല കേട്ടോ. ആ കച്ചാക്ക് 1 മാസം പോയിട്ട് 1 വർഷം പ്രാക്ടീസ് ചെയ്താലും ഈ മോട്ടൂന് അവരെ തോൽപ്പിക്കാൻ പറ്റൂല. അക്കാച്ചാക്ക്, ഞാൻ ഈ ടൈം മോട്ടുവിന്റെ പ്രാക്ടീസിനല്ല എടുത്തേ, ഇയാളെ രക്ഷപ്പെടുത്താനാ എടുത്തേ. മോട്ടു, പത്ലു, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഫുർഫുറിന്റെ നഗറിലേക്ക് തിരിച്ചു പൊക്കോ, അല്ലെങ്കിൽ അവര് നിങ്ങളെ വെറുതെ വിടില്ല. ഇല്ല, ഞങ്ങള് പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ അവര് നിങ്ങളുടെ സ്കൂൾ അടയ്ക്കും. മോട്ടു, നിനക്ക് അവരുടെ ശക്തിയെ പറ്റി അറിയാമല്ലാത്തോണ്ടാ ഞാൻ പറഞ്ഞു തരാം ഞാൻ എന്താ കണ്ടേന്ന്. ഓ സെൻസായി ഹറൂട്ടോ, താങ്കൾ താങ്കളുടെ സ്കൂൾ ഞങ്ങളുടെ കയ്യിലേൽപ്പിക്കും. ആരാണ് അങ്ങനെ ചെയ്യാത്തതെന്ന് വെച്ചാൽ അവരുടെ അവസ്ഥ ഇതുപോലെയായിരിക്കും. കണ്ടോളൂ, ഇവരെല്ലാം വലിയ വലിയ കങ്ഫു ഗുരുക്കളാണ്. എന്നിട്ട് ഞങ്ങൾ ഇവരുടെ ശക്തികൾ ഇതുപോലെ ചോർത്തിയെടുക്കാൻ പോവുകയാണ്. ഇത്രയും പവർഫുൾ ആണ് അവര്. ഇത്രയും കഴിവുള്ള ഫൈറ്റർ ടീച്ചേഴ്സ് അവരുടെ കൂടെ പിടിച്ചിരിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? എനിക്ക് അറിയില്ല ഇവർ എന്ത് ആർട്ടാണ് പഠിച്ചു വെച്ചിരിക്കുന്നതെന്ന്. എന്നിട്ട് ഈ ആർട്ടിനെ അവർ എല്ലാ സ്കൂളിലും പഠിപ്പിച്ചിട്ട് സ്വന്തം സ്റ്റുഡൻസിനെ കൊണ്ട് ഒരു പട്ടാളം തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഈ മുഴുവൻ ലോകം വെട്ടിപ്പിടിക്കാനായിട്ട്. പൊളിച്ചെടുത്തല്ലോ. അതേ മോട്ടു പത്ലു, നിങ്ങളെന്താ മുകളിലേക്ക് പോവാൻ തീരുമാനിച്ചിരിക്കുകയാണോ? നമുക്ക് സ്പീഡിൽ ഓടി രക്ഷപ്പെടാൻ പറ്റില്ലെങ്കിലും പതുക്കെ ഓടി രക്ഷപ്പെടാൻ നോക്കാം. ഇങ്ങനെ ഓടിക്കോ. മോട്ടൊന്ന് ആലോചിച്ച് നോക്ക്. ഗസിരാറാം പറഞ്ഞത് വളരെ ശരിയാണ്. അവര് ഭയങ്കരന്മാരാണ്. അവരെ ഒറ്റയ്ക്ക് വെല്ലാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഓ എന്റെ ചങ്ക, എന്റെ ബ്രോ മോട്ടു, എന്റെ സയൻസ് ആണെങ്കിൽ സത്യം. ഈ യുദ്ധത്തിൽ ഞങ്ങൾക്ക് നിന്റെ കൂടെ ചേരാൻ കഴിയില്ല. അറിഞ്ഞോണ്ട് ആരെങ്കിലും തീവണ്ടിക്ക് തല വെക്കുവോ? മുതലയുടെ വായിൽ തലവെച്ചിട്ട് പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നേ? ധൈര്യമായിരിക്കണം, മനസ്സിലായില്ലേ? മുതലയോ? അപ്പോഴത്തേക്കും ഈ മുതല എവിടുന്നാണ് വന്നത്? എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ. എന്റെ മോട്ടു, അതൊരു പഴഞ്ചൊല്ലാണ്. ഞങ്ങൾ എല്ലാവരും പോവാൻ തുടങ്ങുവാണ്. ഞങ്ങളുടെ കൂടെ നിങ്ങൾ വരുന്നുണ്ടോ അതോ ഇല്ലയോ? പറയൂ. ഇല്ല ഇല്ല ഇല്ല, കാരണം ഇതൊരു സ്കൂളിന്റെ പ്രശ്നം മാത്രമല്ല, ഇതൊരു ദേശത്തിന്റെ പ്രശ്നമാണ്. മുഴുവൻ ലോകത്തിന്റെയും പ്രശ്നമാണ്. അവർ അഡ്വാൻസ് ആയിട്ട് ഒരു പവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ പവർ മോഷ്ടിക്കുകയാണ്. ഇത് നമ്മൾ ഒരിക്കലും അനുവദിച്ചുകൂടാ. അങ്ങനെ അനുവദിച്ചാൽ നമ്മൾക്ക് അവരെ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റില്ല. എന്റെ അമ്മോ, എന്നാ മോട്ടോ നമുക്ക് പിന്നെ കാണാം. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് ലക്ക്, പോട്ടെ. പൊളിച്ചെടുത്തല്ലോ. ചിങ്കം സാറേ, നിങ്ങൾ തന്നെ എല്ലാം പറഞ്ഞു തീർത്താ പിന്നെ എനിക്കെന്തെങ്കിലും പറയണ്ടേ? ഗെറ്റ് വെൽ സൂണ് മോട്ടോ. എന്റെ അമ്മോ മോട്ടുപത്ലു, ഒറ്റ തവണ ഞങ്ങളോടൊന്ന് നിൽക്കാൻ പറഞ്ഞോടെ. ഒറ്റ തവണ. ചിങ്കം സാറേ, ഒന്ന് നിൽക്ക്. മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഞങ്ങൾക്ക് നിന്നെ വിട്ടുപോകാൻ കഴിയില്ല. എന്ത് സംഭവിച്ചാലും നമുക്ക് ഒരുമിച്ച് നേരിടാം. വരുന്നത് വരട്ടെ. അതെ, എന്റെ മമ്മി എന്നെ രക്ഷിക്കുന്നേ. 100% രക്ഷിക്കും. ഇനിയിപ്പൊ അടിക്കാൻ തീരുമാനിച്ചെങ്കിൽ നിങ്ങൾക്ക് ക്രൈം മാസ്റ്ററിന്റെ കയ്യിൽ നിന്ന് ട്രെയിനിങ് എടുക്കേണ്ടതായിട്ട് വരും. മനോഹരം. ഇതിലാണ് ക്രൈം മാസ്റ്റർ ഉള്ളത്. പുള്ളിക്കാരനെ 150-ാമത്തെ ഫ്ലോറിൽ കാണാം.
ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ബൈ. വലിയേട്ടാ, എന്ത് പറ്റി? ഇന്നെന്താ റിക്ഷ സവാരി പോകുന്നില്ലേ? എന്താ കാര്യം? ഓയ് മോട്ടു, എന്റെ ചങ്ക്, ഈ ടാക്സി ഡ്രൈവർമാർ ഞങ്ങളെ ഓടാൻ സമ്മതിക്കുന്നില്ല. അവര് പറയുന്നത് ഈ റിക്ഷ ഞങ്ങള് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഓടിക്കാനാ. ഞങ്ങള് കാരണം അവരുടെ ഓട്ടം കുറയുവാണെന്ന്. ഇത് തെറ്റായ കാര്യമാണ്. പൊളിച്ചെടുത്തല്ലോ, അതൊക്കെ ശരിയാണ്. പക്ഷെ ടാക്സി ഡ്രൈവേഴ്സിന് ആരാണ് പറഞ്ഞ് മനസ്സിലാക്കുക? ഞങ്ങൾ മനസ്സിലാക്കി കൊടുക്കാം. നീ എന്നെ പഠിപ്പിക്കോ? നോക്കൂ സുഹൃത്തുക്കളെ, എന്നെ ആരോ പഠിപ്പിക്കാൻ വന്നിരിക്കണു. വരൂ, നമുക്കേ ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കാമല്ലോ. മോട്ടു പതലു, ഇവരെ വെറുതെ വിടരുത്. ഞങ്ങളുടെ ദൈനംദിന തൊഴിൽ ഇവർ കൈകടത്താറുണ്ട്. ഇത് നോക്കൂ ചേട്ടാ, ഞങ്ങൾ ഇവിടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വന്നതൊന്നും അല്ല. ഈ ആൾക്കാർ ഇവിടെ ജോലി ചെയ്ത് ജീവിക്കുന്നവരാ. അവർക്ക് കുടുംബം നോക്കാൻ പൈസ ആവശ്യമല്ലേ? അവരുടെ പൈസ ഇങ്ങനെ തട്ടിപ്പറിക്കുന്നത് തെറ്റായ കാര്യമല്ലേ? കൂട്ടുകാരെ, ഇവർക്ക് പറഞ്ഞു കൊടുക്ക് ശരി എന്താണെന്നും തെറ്റെന്താണെന്നും. ഇന്ന് ഒരാള് ശബ്ദമുയർത്തുന്നു, നാളെ കുറെ പേര് ശബ്ദമുയർത്തും. അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റ് ചേട്ടന്മാരെ, ഒരു മിനിറ്റ്. നിങ്ങൾ കുറച്ച് വിശ്രമിക്കൂ. ഞാൻ അപ്പോഴത്തേക്ക് ഈ മെസ്സേജ് ഒന്ന് വായിക്കട്ടെ. എന്താ എഴുതിയിരിക്കുന്നത്? അടി സഹായിക്കുന്നത് പോലെ ചേട്ടനനിയന്മാർ പോലും സഹായിക്കില്ല. ക്രൈയിങ് മാസ്റ്റർ. മോട്ടു, പണി തുടങ്ങിക്കോ. സോറി, തെറ്റുപറ്റിപ്പോയി. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു നിങ്ങൾ ആരായിരുന്നെന്ന്. അറിയാമായിരുന്നു തീർച്ചയായിട്ടും വരില്ലായിരുന്നു. ഈ നഗരം വളരെ വലുതാണ്. നമ്മൾക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ ഇവിടെ ജീവിക്കാം. എന്ത് പറയുന്നു? അങ്ങനെ വഴിക്ക് വാ നീ. കേട്ടോ, ഇനി റിക്ഷ സവാരിക്കാരുമായി വഴക്കിടാതെ കൂട്ടുകാരാവാൻ നോക്ക്. വെരി ഗുഡ്. കൊള്ളാം. നിങ്ങളുടെയൊക്കെ ഫൈറ്റ് കണ്ടിട്ട് എനിക്ക് മനസ്സിലാവണോ നിങ്ങളെ ക്രൈയിങ് മാസ്റ്ററിന്റെ സ്റ്റുഡന്റ് ആണ്. എങ്കിൽ ക്രൈയിങ് മാസ്റ്ററിന്റെ സ്റ്റുഡൻസിന് വേണ്ടി ഇവിടെ ഭക്ഷണം കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. എത്ര വേണേലും കഴിക്കാം. ഞങ്ങളുടെ കൂട്ടുകാർക്കോ? ആഹാ, അതിനെന്താ, അവർക്കും ഫ്രീ ആണ്. എല്ലാരും തിന്നും കുടിച്ച് നല്ല ജാളിയായിട്ടിരിക്കും. നിങ്ങൾ രണ്ടാളും കലക്കി കഴിഞ്ഞിരിക്കുന്നു. എനിക്കറിയില്ല നിങ്ങൾ രണ്ടുപേരും ഇത്ര സൂപ്പർ ആയിരുന്നു. ഒരു സ്റ്റുഡന്റിനെ ഇതുവരെ തന്നെ നിന്ന് അടിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ഇയാൾ അവരുടെ ലീഡറാണ്. ഇയാൾ ഇവിടെ നിങ്ങളോട് ക്ഷമയിക്കാൻ വന്നതാണ്. ക്ഷമ. എന്ത്? ഞാൻ ഇവനോട് മാപ്പ് ചോദിക്കണമെന്നോ? ഇവൻ ചെയ്യുന്നത് മുഴുവൻ തെറ്റും, അതിന് ഞാൻ ഇവന്റെ അടുത്ത് മാപ്പ് ചോദിക്കണമെന്നോ? രണ്ടുപേരും ഒന്നിങ്ങോട്ട് മാറിയെന്ന്. എനിക്ക് രണ്ടുപേരുമായിട്ടൊന്ന് സംസാരിക്കണം. മോട്ടു, അവർക്ക് ഒറ്റ തവണയിൽ മനസ്സിലാക്കി കൊടുക്ക്. കൂടുതൽ സമയം എടുക്കരുത്. അകത്ത് നടക്കുന്നത് എനിക്ക് സൗണ്ട് ഇവിടെ കേൾക്കണം. ഞാനാണെങ്കിൽ ടാക്സി ഡ്രൈവർ അസോസിയേഷനെ പ്രതിനിധീകരിച്ച് താങ്കളോട് മാപ്പ് ചോദിക്കാൻ വന്നതാ. എന്താ? ഓ, എനിക്ക് ചെറുതായിട്ടൊരു തെറ്റ് പറ്റിപ്പോയതാണ്. സോറി കേട്ടോ. ഇവന്റെ ഈ സ്പീഡിലുള്ള സംസാരം കാരണം എനിക്കൊന്നും മനസ്സിലായില്ലെന്ന്. എന്ത് ചെയ്യാനാ?
അതാ ഞാൻ പറഞ്ഞു, ഞാൻ ഇത്ര നേരം നിങ്ങളെ പുകഴ്ത്തുകയായിരുന്നു, പക്ഷെ നിങ്ങൾ എന്നെ പിടിച്ച് തല്ലുകയായിരുന്നു. ഇങ്ങനെ ആരെങ്കിലും ചെയ്യുവോ? ഇതുപോലെ നിലം തുടിക്കാതെ ആരെങ്കിലും തല്ലുവോ? ഇതുപോലെ ദയയില്ലണ്ട ആരെങ്കിലും തല്ലുവോ? ഞാൻ ശരിയായല്ലോ. യെസ് യെസ് യെസ്, ഞാൻ ശരിയായി. നിങ്ങളൊരു ഗുരുവാണ്. നിങ്ങൾ വെറും ഗുരുവല്ല, നിങ്ങളൊരു മഹാഗുരുവാണ്. അതല്ല ഞാനിപ്പോ ശരിയായത്. എനിക്ക് തോന്നുന്ന 2 പഞ്ച് മുഖത്ത് തന്നില്ലേ ഇങ്ങനെ, അതുകൊണ്ടാ ശരിയായത്. എനിക്ക് ശരിയായി. ഇനി ഗുരുജി താങ്കൾക്ക് ആരെങ്കിലും തല്ലണം തോന്നുന്നുണ്ട് എന്നെ വിളിച്ചാൽ മതി, എന്നിട്ട് എന്നെ തല്ലുക. എന്റെ ഗുരു ജയിക്കട്ടെ. മോട്ടു പത്ലു, നിങ്ങൾ രണ്ടുപേരും നല്ല ആൾക്കാരാണ്. ഇന്നലെ ആ റിക്ഷക്കാരന് നിങ്ങൾ നീതി വാങ്ങിക്കൊടുത്തത് എത്ര നല്ലതാണ്. അത് ഞങ്ങൾ ചെയ്തില്ലെങ്കിൽ മറ്റാരെങ്കിലും വന്ന് ചെയ്തു കൊടുക്കും. നമ്മളൊക്കെയല്ലേ ഇതൊക്കെ ചോദിക്കേണ്ടത്. നീ ചെയ്തില്ലായിരുന്നേ മാസ്റ്റർ ചെയ്തേനെ. ആർക്കും അറിയില്ല മാസ്റ്ററിന്റെ ആരക്ഷ എന്ന്. എന്നിട്ട് താങ്കൾ വാടകയുടെ രൂപത്തിൽ 1 yen മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം ഒരു പാവപ്പെട്ട മനുഷ്യൻ അയാളുടെ കുടുംബം ഓടിച്ചോട്ടെന്ന് കരുതി. എന്റെ അമ്മോ, അത് ശരിക്കും വലിയൊരു നല്ല മനസ്സ് തന്നെയാ. ഇത് മാത്രമല്ല, നിങ്ങൾ ഭക്ഷണം കഴിച്ച ഹോട്ടലല്ലേ, അതുകൂടെ മാസ്റ്ററിന്റേതാണ്. അതിൽ എല്ലാ സ്റ്റുഡൻസിനും ഫ്രീ ആയിട്ടാണ് ഭക്ഷണം കൊടുക്കാറുള്ളത്. ദരിദ്രർക്കും പാവപ്പെട്ട മനുഷ്യർക്കും അവിടെ ഫ്രീ ആയിട്ടാണ് ഭക്ഷണം കൊടുക്കാറുള്ളത്. മാസ്റ്റർ, നിങ്ങൾ വലിയൊരു കാര്യം ചെയ്തിരിക്കുന്നേ. ഞാൻ ഇതിനൊക്കെ തന്നെ വേണ്ടിയാണ് കാശ് വാങ്ങുന്നതും, അല്ലാതെ പൈസ എനിക്ക് എന്ത് ചെയ്യാനാണ്. നിങ്ങൾ വേറെ ഏതെങ്കിലും മാസ്റ്ററുടെ കൂടെ പോയതാണെങ്കിൽ അദ്ദേഹം പൈസ വാങ്ങുമായിരുന്നില്ല. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഞാൻ ഹിം നരേഷിന്റെ അടുത്തും ബോൺലെസ് മാസ്റ്ററിന്റെ അടുത്തും ട്രെയിനിങ്ങിന് പോയപ്പോൾ അവരൊന്നും എന്റെ അടുത്തുനിന്ന് പൈസ വാങ്ങിച്ചിട്ടില്ലായിരുന്നു. എന്ത്? എന്താ പറഞ്ഞത്? നിങ്ങൾ രണ്ടുപേരും ഹിം നരേഷിന്റെയും ബോൺലെസ് മാസ്റ്ററിന്റെയും കീഴിൽ പഠിച്ചതാണെന്നോ? കൊള്ളാം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പഠിക്കാൻ കഴിയുന്നത്. അവരെല്ലാം എന്റെ ഉറ്റ സുഹൃത്തുക്കളാണ്. ആദ്യമേ പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ 1 പൈസ പോലും നിങ്ങളിൽ നിന്ന് ഈടാക്കില്ലായിരുന്നു. എന്തു പറ്റി? ഒന്നുമില്ല. ഞങ്ങളിപ്പോൾ നിങ്ങൾക്ക് 5000 yen തരുന്നുണ്ട്. കാരണം അതൊരു ചാരിറ്റിക്ക് വേണ്ടിയല്ലേ പോകുന്നത്. പത്ലു, എന്റെ ചങ്കേ ബ്രോ, നീ പറഞ്ഞത് വളരെ ശരിയാ. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കാശ് കൊടുക്കാൻ ഒരിക്കലും മടി കാണിച്ചിട്ടില്ലല്ലോ. വരൂ കസീട്ട, നമുക്ക് ചെന്ന് നമ്മുടെ ജോലി അങ്ങ് തുടങ്ങാം. മോട്ടു പത്ലു, നിങ്ങൾ രണ്ടുപേരും വളരെ ഭാഗ്യവാന്മാരാണ്. നല്ല സുഹൃത്തുക്കളാണ് നിങ്ങൾക്കുള്ളത്. ഐ തിങ്ക് നമ്മൾ ബെസ്റ്റ് 3 കുങ്ഫു മാസ്റ്റേഴ്സിന് വേണ്ടി തയ്യാറാണെന്ന്. അവരെ പിടിക്കാൻ വളരെ എളുപ്പമല്ല. അവർക്ക് 1 നിമിഷത്തിന് പോലും ഇളവ് കൊടുത്താൽ അവര് നമ്മളെ തന്നെ തീർത്തു കളയും. അതെ, അവര് നമ്മളെ തീർക്കുന്നതിന് മുമ്പ് നമുക്ക് ചെന്ന് അവരെ പിടിക്കണം. ഓക്കെ, ഇനി മുകളിൽ ടവറിനടുത്തേക്ക് പോകേണ്ട സമയമായി. ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. വേഗമാവട്ടെ. വേഗം വന്നേ. സ്പീഡ് ഈസ് ദ കീ. ആദ്യത്തെ കാൽ പൊന്തുമ്പോൾ തന്നെ രണ്ടാമത്തെ കാലും പൊന്തിരിക്കണം. രണ്ടാമത്തെ കാൽ പൊന്തുമ്പോൾ ആദ്യത്തെ കാൽ മുകളിൽ എത്തിയിരിക്കണം. ഓക്കെ മാസ്റ്റർ.
ഫൈറ്റ്, ഗെറ്റ് അപ്പ്, ഫൈറ്റ്, ഫൈറ്റ്. മാസ്റ്റർ, നിങ്ങൾ ഇത് എങ്ങനെ ചെയ്തത്? പഠിപ്പിച്ചു തരാം, എല്ലാം പഠിപ്പിച്ചു തരാം. പക്ഷേ ഒന്ന് മാത്രം മനസ്സിലാക്കുക, സ്പീഡ് ഈസ് ദ കീ. സ്പീഡിന്റെ കൂടെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ബോഡിയിലെ ഫുൾ എനർജി 2 കൈകളിലുമായി എടുക്കണം. എന്നിട്ട് ക്ലൗഡിനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അത് പൂർണ്ണമായും നശിച്ചു പോകും. അത് തീർത്തും അപ്രത്യക്ഷമാകും. അതുകൊണ്ട് എപ്പോഴും ഓർമ്മ വയ്ക്കുക, ശരീരത്തിന്റെ ഫുൾ എനർജി 2 കൈകളിലുമായി വെക്കുക. കാലാവസ്ഥ മോശമായിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ. മാസ്റ്ററിനെ അറസ്റ്റ് ചെയ്തു. മാസ്റ്ററിനെ നാപ്പിംഗ്. എന്റെ ഇതുവരെയുള്ള വിദ്യാർത്ഥികളിൽ നിങ്ങൾ 2 പേരുമാണ് മിടുക്കർ. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഫൈറ്റ് ചെയ്യൂ. ഇത് നമ്മുടെ ഇടയിലെ അവസാനത്തെ ട്രെയിനിങ് ഫൈറ്റ് ആയിരിക്കും. മാസ്റ്റർ, എന്ത് പറ്റി? ഈ കരയുന്നതും ഒരു ട്രിക്കാണ്, ശത്രുക്കളുടെ ശ്രദ്ധ മാറ്റിയെടുക്കാൻ. അതിന് പല മാർഗങ്ങളും ഉപയോഗിക്കാം. നമ്മുടെ ചെയ്തികളിൽ അവർ ആശ്ചര്യപ്പെടണം. ഒരു നിമിഷം അതവരുടെ അവസാന നിമിഷമായി മാറ്റാം, നിങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായോ? എന്നെ ക്രൈയിങ് മാസ്റ്റർ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടെന്ന്? മനസ്സിലായി മാസ്റ്റർ, എല്ലാം. Watch India's largest kids library only on Jio Hotstar. Download the app now.